പൊളിറ്റിക്സ് കേരള 5 വയസ്സ് പൂർത്തിയാക്കുകയാണ്. 2021 ആരംഭിച്ച പൊളിറ്റിക്സ് കേരള എന്ന ചാനൽ 5ാം വാർഷികം ആഘോഷിക്കുന്നു. വരുന്ന 17-ന് തിരുവനന്തപുരത്തെ പ്രസ് ക്ലബ് ഹാളിൽ 5 മണിക്ക്, വൈകുന്നേരം 5 മണിക്ക്. ഞാൻ നേരത്തെ അത് പ്രേക്ഷകരെ അറിയിച്ചിരുന്നു. എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു പൊളിറ്റിക്സ് കേരള ആ പ്രൗഢോജ്വലമായ വേദിയിലേക്ക്. പൊളിറ്റിക്സ് കേരളയുടെ നാൾവഴികളിൽ താങ്ങും തണലായും നിന്നവരെ കുറിച്ചാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. പൊളിറ്റിക്സ് കേരളയുടെ വഴികളിൽ താങ്ങായും തണലായും നിന്നവർ ഒരുപാട് പേരുണ്ട്. മുൻ മന്ത്രിയും CPIയുടെ നേതാവുമായ C. ദിവാകരൻ സഖാവ്, മറക്കില്ല ഒരിക്കലും സഖാവിനെ. പൊളിറ്റിക്സ് കേരള ക്രൗഡ് ഫണ്ടിങ്ങിന് ഇറങ്ങിയ ഒരു സമയത്ത് ആദ്യമായി ക്രൗഡ് ഫണ്ട് നൽകി ഞങ്ങളെ ആശീർവദിച്ചത് C. ദിവാകരൻ സഖാവാണ്. കടകംപള്ളി സുരേന്ദ്രൻ MLA, മുൻ മന്ത്രിയും MLAയുമായ കടകംപള്ളി സുരേന്ദ്രൻ പൊളിറ്റിക്സ് കേരളയുടെ ഏത് പരിപാടിക്കും പങ്കെടുക്കുകയും പൊളിറ്റിക്സ് കേരളയ്ക്ക് ആശീർവാദങ്ങൾ നൽകുകയും ചെയ്ത മഹത് വ്യക്തിത്വം. അതാണ് കടകംപള്ളി സുരേന്ദ്രൻ. പൊളിറ്റിക്സ് കേരളയുടെ വഴികാട്ടിയായും ഉപദേശകനായും രക്ഷകർത്താവായും അദ്ദേഹം എപ്പോഴും കൂടെ നിന്നു. ഇനി പറയാനുള്ളത് ഒരു മനുഷ്യ സ്നേഹിയെക്കുറിച്ചാണ്. മലപ്പുറം മാറഞ്ചേരിയിലുള്ള കേറ്റ് കോർണർ MD മിസ്റ്റർ ഷക്കീർ പുളിക്കലിനെ പറ്റി. ഷക്കീർ പുളിക്കൽ പൊളിറ്റിക്സ് കേരളയുടെ താങ്ങും തണലുമല്ല, എല്ലാമാണ്. മനുഷ്യ മനസ്സ്, മനുഷ്യ സ്നേഹി അല്ലെങ്കിൽ മനുഷ്യ സ്നേഹം എന്നതിൻ്റെ ഉദാഹരണമാണ് ഷക്കീർ പുളയ്ക്കൽ. ഷക്കീർ പുളയ്ക്കൽ പൊളിറ്റിക്സ് കേരളയെ പലതവണ പല രീതിയിൽ ഞങ്ങൾക്ക് ആലംബമായി നിന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് അവലംബമായി നിന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് വേണ്ട എല്ലാ വിധത്തിലുള്ള പ്രോത്സാഹനങ്ങളും നൽകിയിട്ടുണ്ട്. ഷക്കീർ പുളയ്ക്കലിനോട് നന്ദി പറയാൻ വാക്കുകളില്ല. കാരണം സ്നേഹത്തിന് പകരമുള്ള വാക്കല്ല നന്ദി. സ്നേഹത്തിന് പകരമുള്ള വാക്ക് ഒരിക്കലും നന്ദി എന്നാവില്ല. അത് സ്നേഹം തന്നെയാണ്. മലപ്പുറം മാറഞ്ചേരിയിൽ കേറ്റ് കോർണർ MD ആയ ഷക്കീർ പുളയ്ക്കൽ, അദ്ദേഹം പൊളിറ്റിക്സ് കേരളയിലേക്ക് കടന്നു വരുന്നത് ആകസ്മികമായി. ഒരു ഫോൺ കോളിലൂടെ അദ്ദേഹം കടന്നു വന്നു. പിന്നീട് എൻ്റെ എല്ലാവിധ വാർത്തകൾക്കും വഴികാട്ടിയായി അദ്ദേഹം നിന്നു. അത്തറിൻ്റെ സുഗന്ധമുള്ള സ്നേഹം, മനുഷ്യനെ മനുഷ്യനാക്കുന്ന സ്നേഹം, അതാണ് ഷക്കീർ പുളയ്ക്കൽ. അദ്ദേഹത്തിനോട് നന്ദി പറയാൻ വാക്കുകളില്ല. എന്തായാലും എല്ലാവരും ചേർന്ന് ഒരുപാട് പേരുണ്ട് പറയാൻ. പത്മശ്രീ ഡോക്ടർ സുന്ദർ മേനോൻ, തൃശ്ശൂരിലെ തിരുവമ്പാടി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മശ്രീ ഡോക്ടർ സുന്ദർ മേനോൻ, അദ്ദേഹം പൊളിറ്റിക്സ് കേരളയുടെ ഉപദേശകനും വഴികാട്ടിയും ഞങ്ങളുടെ പ്രേക്ഷകനും ഒക്കെയാണ്. അങ്ങനെ നിരവധി പേർ ഉണ്ട് ഞങ്ങൾക്ക് പറയാൻ. എല്ലാവരുടെയും പേരുകൾ പറയാൻ ഒരു എപ്പിസോഡിൽ തികയില്ല. ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെല്ലാവരെയും പ്രസ് ക്ലബിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 17-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് നമുക്ക് കണ്ടുമുട്ടാം. അവിടെ വെച്ച് നമുക്ക് സ്നേഹാഭിവാദ്യങ്ങൾ കൈമാറാം.